നമസ്കാരം, ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമയത്തെക്കുറിച്ചും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ബ്രാഹ്മ മുഹൂർത്തം അഥവാ ബ്രഹ്മജ്ഞാന സാധനങ്ങളുടെ മുഹൂർത്തം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബ്രഹ്മത്തെ, അതായത് പരമാത്മാവിന്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലമായ സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. സൂര്യോദയത്തിന് 3 മണിക്കൂർ മുൻപുള്ള സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം. ഇതിനെ സരസ്വതി യാമം എന്നും വിളിക്കാറുണ്ട്. നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു സമയമാണിത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഈ സമയത്ത് ഉണർന്ന് കർമ്മനിരതരാകുന്നതിലൂടെ സാധിക്കും. ഈ സമയത്ത് ഉണർന്ന് പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് കുളിച്ച് ശുദ്ധിയായി 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു നോക്കൂ. കേവലം 7 ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത മാറ്റങ്ങൾ വന്നു തുടങ്ങും. മാത്രമല്ല, വിദ്യാർത്ഥികൾ ഈ സമയം ഉണർന്ന് പഠിച്ചാൽ ബുദ്ധിവികാസവും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും വിദ്യാസമ്പന്നരായി മാറുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ സമയത്ത് വിളക്കിന് മുന്നിൽ നിന്ന് വിദ്യാർത്ഥികൾ ഗണപതി വന്ദന നടത്തി സരസ്വതി മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഏറെ ഐശ്വര്യദായകമാണ്. അത് മാത്രമല്ല, ഗായത്രി മന്ത്രജപം വളരെ ഐശ്വര്യദായകമാണ്. എത്ര ബുദ്ധി കുറവുള്ള ആളുകളായാലും എത്ര പഠിക്കാൻ പിന്നിലോട്ടാണെങ്കിലും ഈ ഗായത്രി സാധനയിലൂടെ, അതായത് ഗായത്രി മന്ത്രജപത്തിലൂടെ അവരുടെ ജീവിതം അത്യുന്നതിയിൽ എത്തുന്നതാണ്. ഈ സമയം ദേവപൂജ ചെയ്യുന്നവരിൽ സാത്വിക ഗുണം പ്രകാശിക്കുകയും ഏതൊരു വ്യക്തിക്കും തന്റെ സങ്കല്പം പോലെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിനും ബ്രാഹ്മമുഹൂർത്ത സാധനയിലൂടെ കഴിയും. ആർത്തവമുള്ള സ്ത്രീകൾ 7 ദിവസം കഴിഞ്ഞു വേണം ബ്രാഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കാൻ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, അടിവസ്ത്രം നിർബന്ധമായും ധരിച്ചു വേണം ദേവപൂജ ചെയ്യാൻ. നൈറ്റി, അതായത് രാത്രിയിൽ ധരിക്കുന്ന നൈറ്റി പോലുള്ള വസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇതിനായി പ്രത്യേകം ഒരു ചുരിദാറോ ഒരു സെറ്റുമുണ്ട്, സാരി പോലുള്ളത് എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വിളക്ക് തെളിയിക്കാൻ സാധിക്കാത്തവർക്ക് ആ സമയം ഉണർന്ന്, അതായത് ഏകദേശം 3:30-നും 5-നും ഇടയിൽ ഉണർന്ന് ഇഷ്ടദേവനെ 2 പുരികക്കൊടികൾക്ക് നടുവിൽ സങ്കല്പിച്ച് ധ്യാനിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു. ശത്രുദോഷം, ഗ്രഹപ്പിഴാദോഷം, വിട്ടുമാറാത്ത വ്യാധികൾ, കടബാധ്യത ഇവയെല്ലാം അകന്ന് ജീവിതത്തിന് പുതുവെളിച്ചം പകരാൻ ബ്രാഹ്മമുഹൂർത്തത്തിന് കഴിയും. ഈ സമയം നടത്തുന്ന പ്രാർത്ഥനയും ദേവപൂജയും ധ്യാനവുമെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കും. ഇതിനൊന്നും കഴിയാത്തവർക്ക് ഇതേ സമയം ഉണർന്ന് ഒരു നോട്ട്ബുക്ക് എടുത്ത് എന്താണോ തന്റെ ആഗ്രഹം അത് ഒരു പേജ് നിറച്ച് എഴുതാവുന്നതാണ്. ഇത് ദിനവും തുടരുക. എഴുതുമ്പോൾ ആഗ്രഹം സാധിച്ചതായി വേണം എഴുതാൻ. ഉദാഹരണത്തിന്, ഒരു വീട് വാങ്ങാനാണെങ്കിൽ ഞാൻ പുതിയ വീട് വാങ്ങിയതിന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് നടന്നതായി വേണം എഴുതാൻ. ഇതൊരു പേജ് നിറച്ച് എഴുതാവുന്നതാണ്. ഒന്നുകൂടെ പറയാം, ഞാൻ ഒരു പുതിയ വീട് വാങ്ങിയതിന് പ്രപഞ്ചത്തിന് നന്ദി. ഇത് ആ ബുക്ക് നിറച്ച് എഴുതാവുന്നതാണ്. ഇങ്ങനെ ഒരു പേജ് നിറച്ച് എഴുതി കഴിഞ്ഞാൽ ആഗ്രഹം സാധിച്ചതായി മനസ്സിൽ കണ്ട് സന്തോഷിക്കുക. ഇങ്ങനെ നിത്യവും ചെയ്യുക, അതായത് ആഗ്രഹം നടക്കുന്നതുവരെ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സമയമാണ് ബ്രാഹ്മമുഹൂർത്തം. എല്ലാവരും ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുക, ജീവിതത്തെ പ്രകാശപൂരിതമാക്കുക. ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. തുടർന്ന് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.